ജാനകിയുടെയും അഭിയുടെയും വീട് ഒരു കിടുക്കാച്ചി പ്രൊമോ കേട്ടോ. നമ്മുടെ സത്യങ്ങളൊക്കെ നമ്മുടെ ജാനകി നമ്മുടെ അപർണയുടെ കൂട്ടുകാരെ കൊണ്ടുവന്ന് തന്നെ നമ്മുടെ അളകാപുരിയിൽ എല്ലാവരോടും പറഞ്ഞ് തെളിയിക്കുന്ന ഒരു നിമിഷങ്ങൾ. അതേ പ്രേക്ഷകർ നമ്മുടെ അപർണ ഒന്നും മിണ്ടാതെ മൗനം പാലിച്ച് ഇങ്ങനെ താഴോട്ട് കുനിഞ്ഞു നിൽക്കുന്ന ഒരു നിമിഷങ്ങളാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്ന. ആ ഒരു അഹങ്കാരത്തിന്റെ കൊമ്പൊക്കെ ഒടിഞ്ഞു നമ്മുടെ അപർണയുടെ. ഇതൊക്കെ അറിഞ്ഞ പാടെ നമ്മുടെ അമല് നമ്മുടെ അപർണയുടെ കാരണം പുകച്ച് ഒരെണ്ണം കൊടുക്കുന്നുണ്ട്. പക്ഷെ അളകാപുരിയിൽ ആരും തന്നെ തടസ്സം നിൽക്കുകയോ ഒരു വാക്ക് പോലും മറുത്ത് പറയുന്നില്ല കേട്ടോ. എല്ലാവരും അത് തന്നെ വേണം. നമ്മുടെ അച്ഛനായാലും ശരി, അമ്മയുടെ മുഖത്തായാലും ശരി, നമ്മുടെ അഭിയുടെ മുഖത്തായാലും ശരി, ജാനകിയുടെ മുഖത്തായാലും ശരി, അവർക്ക് അങ്ങനെ തന്നെ വേണം എന്നുള്ളൊരു ഭാവമാട്ടോ നമുക്ക് കാണുവാൻ സാധിച്ചത്. ശേഷം അമല് പറയുന്നുണ്ട്, എന്നെ മനഃപൂർവ്വം ഈ കൊച്ചാക്കാൻ ശ്രമിച്ചല്ലേ, നിന്നെ ഞാൻ വിടില്ലടി എന്നൊക്കെ പറഞ്ഞു പിന്നെയും കൊടുക്കുന്നു കേട്ടോ. അതിനുശേഷം നമ്മുടെ അപർണ, ഞാൻ കാരണം ഇപ്പോൾ ആര് സ്റ്റാറായി? ജാനകി സ്റ്റാറായി. ഇനി വരാൻ പോകുന്ന മരുമകളും അവളും എന്റെ ജീവിതം തുലച്ചവളാണ്, അവളും വരാൻ പോകുന്നു. ഞാൻ വെറുക്കുന്നവൾ ഇവിടെ വലിയ എന്താ പറയാ, അവളുടെ ഒരു തെറ്റിദ്ധാരണകളൊക്കെ മാറി വലിയ ആളായിക്കൊണ്ടിരിക്കുന്നു. ഞാൻ വെറും വേസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് അപർണ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. ഇതിപ്പോ ശരിക്കും ജാനകിയുടെയും അഭിയുടെയും വീടായി മാറിക്കഴിഞ്ഞു, അതിന് ഉത്തരവാദി ഞാൻ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അപർണ ഇങ്ങനെ എന്താ പറയാ സമനില തെറ്റിപോലെ സംസാരിക്കുന്ന ഒരു നിമിഷങ്ങളും നമുക്ക് പ്രൊമോയ്ക്ക് ഒടുവിൽ സാധിക്കുന്നുണ്ട് കേട്ടോ, കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇനി എന്തായിരിക്കും നമ്മുടെ അപർണയുടെ ഉദ്ദേശം? അപർണ എന്തായാലും തോറ്റുമടങ്ങി പിന്മാറുന്ന ആളല്ല എന്ന് നമുക്ക് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ജാനകി എങ്ങനെയും തരം താഴ്ത്താൻ, അല്ലെങ്കിൽ എങ്ങനെയും ഇല്ലാതാക്കാൻ, അല്ലെങ്കിൽ എങ്ങനെയും നമ്മുടെ ആ വീട്ടിൽ നിന്നും പുറത്താക്കാൻ, അളകാപുരിയിൽ നിന്നും പടിയിറക്കാൻ നമ്മുടെ അപർണ ഇനി രണ്ടും കൽപ്പിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ഒരു നിമിഷങ്ങളായിരിക്കും പ്രേക്ഷകരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്തായാലും നമുക്ക് മറക്കാതെ കാത്തിരുന്ന് കാണാട്ടോ. അപ്പൊ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.